ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഹെലേന. ഞാൻ കൊല്ലം ജില്ലയിലെ കോവിൽത്തോട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 30 2025. ഞാൻ +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റിരിക്കുന്ന സമയത്താണ്. കാരണം എനിക്ക് ഫിസിക്സ് നല്ല പാടായിരുന്നു. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും കരഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ ഇവിടെ വന്നു നിന്നിട്ടാണ് റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എല്ലാ വിഷയത്തിനും പാസ് മാർക്ക് മാത്രം തന്നാൽ മതി. അങ്ങനെ മാതാവ് എനിക്ക് എല്ലാ വിഷയത്തിനും പാസ് മാർക്ക് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അടുത്ത നിയോഗമായിട്ട് വെച്ചിരുന്നത് എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്നായിരുന്നു. അന്നേരം ഞാൻ ജോർജിയയാണ് ചൂസ് ചെയ്തത്. പക്ഷേ ജോർജിയയിലേക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ബാങ്കിൽ കയറി ഇറങ്ങി. SBIയിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടും പിന്നെ അവസാനം നമ്മൾ ചെന്നപ്പോൾ അവർ തരത്തില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ ബാങ്കിലും ഞാൻ കയറി ഇറങ്ങിയിട്ടും എനിക്കത് തരത്തില്ലെന്ന് പറഞ്ഞു, ജോർജിയയിലായതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ മാതാവിൻ്റെ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ വഴിക്ക് ഞാൻ ഒരു ബാങ്കിൽ കയറി. ഞാൻ അതിന് മുൻപേ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ലോണിൻ്റെ തടസ്സമുണ്ട്. അങ്ങനെ അച്ഛൻ എനിക്ക് കാശ് രൂപമൊക്കെ തന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ബാങ്കിൽ കയറിയപ്പോൾ അവർ എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മാതാവ് എനിക്ക് അത് സാങ്ഷനാക്കി തന്നു. അങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ മിക്ക പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം എൻ്റെ പേര് അവസാനമാണ് വന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരി എൻ്റെ വീട്ടിൽ ഇരുന്നാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്നും അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കൂട്ടുകാരി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ മാം ചോദിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ജപമാല അടിക്കുമ്പോൾ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് മാതാവിനെ പോലെ ഒരു നല്ല ഒരു മാമിനെ തന്ന് അനുഗ്രഹിക്കണേ. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ഞാനൊരു ദിവസം ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു കുട്ടി. അപ്പം അന്നേരം ഞാൻ മനസ്സിൽ കണ്ട്, അപ്പോൾ എനിക്ക് ഇന്നായിരിക്കും എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ എനിക്ക് ലിങ്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി അങ്ങനെ ഞാൻ കയറിയപ്പോൾ മാതാവിനെ പോലെ എന്ന് പറഞ്ഞാൽ നല്ല സൗമ്യമായിട്ടാണ് എന്നോട് ആ മാമെല്ലാം പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരിയടുത്ത് ഇൻ്റർവ്യൂ ചെയ്ത മാം അല്ലായിരുന്നു. എന്നോട് നല്ല ചിരിച്ച് സംസാരിച്ചിട്ടാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഞാൻ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. പലയിടത്തുനിന്നും ഞാൻ പല കാര്യങ്ങളും കേട്ടു. കാരണം മോൾക്ക് വയസ്സ് കൂടുന്നുണ്ടല്ലോ, മോളെ എന്തെങ്കിലും വിടാത്തത്, മോൾക്കൊന്നും ആവുന്നില്ലേ അങ്ങനെ. അപ്പം ഞാൻ ഓരോ മാസവും ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് താമസിക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്, മാതാവ് നമുക്ക് വേണ്ടി നല്ലത് ഒരുക്കി തരുന്നതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, മാതാവിനൊരു വഴിയുണ്ടല്ലോ, മാതാവ് എനിക്ക് ആ വഴി തുറന്നു തന്നാൽ മതി. ഇപ്പോൾ ബാങ്കിൻ്റെ സമയത്താണെങ്കിൽ പോലും ഞാൻ എല്ലാ ബാങ്കിലും കയറി ഇറങ്ങിയിട്ടും ഞാൻ അവസാനം പറഞ്ഞത്, മാതാവിന് ഒരു ബാങ്ക്, മാതാവ് എനിക്കൊരു വഴി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം മാതാവ് എനിക്ക് ആ ബാങ്ക് മാതാവ് തന്നെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ പോയപ്പം മാതാവ് എനിക്ക് ആ ബാങ്ക് കണ്ടെത്തി തന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത മാസം ഞാൻ വരുമ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് വിസ തന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഒരു വർഷക്കാലം ഞാൻ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടിരുന്നു. അന്നേരം മാതാവ് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പലരും എന്ത് പറഞ്ഞാലും ഞാൻ അവരോടെല്ലാം പറയുന്നത് നല്ലതിന് വേണ്ടിയാണ്, മാതാവ് എനിക്ക് നല്ല കോളേജ് ഒരുക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ് 7 എന്നുള്ള ഒരു അക്ക നമ്പരായിരിക്കും നിങ്ങളുടെ ടൈം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് നിയോഗമാണോ ആ നിയോഗം 7 എന്നുള്ള ഒരു അക്ക നമ്പറിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓരോ മാസവും ഇങ്ങനെ 7, 17, 27 അങ്ങനെ പല അക്കവും ഞാനിങ്ങനെ, പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. കാരണം മാതാവ് എനിക്ക് തരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ബുധനാഴ്ച
കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ എനിക്ക് ഔസ്യപിതാവിനോട് ഇച്ചിരി കൂടുതൽ താല്പര്യമാണ്. അന്നേരം ഞാൻ ഔസ്യപിതാവിനടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബുധനാഴ്ച തന്നെ തരുകയും വേണം, എനിക്ക് 7 എന്നുള്ള ഒരു അക്ക നമ്പറിൽ തന്നെ തരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ജപമാല പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കൗൺസിലറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി എൻ്റെ വിസയുടെ കാര്യം വല്ലതും ആയോ? അന്നേരം ചേച്ചി പറഞ്ഞു ഈവനിങ് ആവട്ടെ മോളെ, അന്നേരം നോക്കാം എന്ന് പറഞ്ഞ്. എന്നുവെച്ചാൽ ഒരു 2:30 സമയത്താണ്. അന്നേരം ആ ചേച്ചി പറഞ്ഞു കഴിഞ്ഞ് അടുത്ത മിനിറ്റ് തന്നെ ചേച്ചി പറഞ്ഞു മോളെ വിസ വന്നു എന്ന് പറഞ്ഞു. അന്നേരം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. അന്നേരം ഞാൻ ബുധനാഴ്ച എന്നുള്ളൊരു ദിവസം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി മാതാവിൻ്റെ അന്നേരം തന്നെ ഞാൻ മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് 7 എന്നുള്ളൊരു അക്ക നമ്പറിലാണ് എനിക്ക് വന്നതെന്ന് ഞാൻ ആലോചിച്ചത്. അന്നേരം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വേണ്ടി ഇങ്ങനെ 1 വർഷക്കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയത് മാതാവ് എനിക്ക് നല്ലതെന്തോ ചെയ്തു തരാൻ വേണ്ടിയിട്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ ഈ വരുന്ന വെള്ളിയാഴ്ച മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ ജോർജിയയ്ക്ക് പോവുകയാണ്. മാതാവ് എനിക്ക് എല്ലാം ഭംഗിയായി, ബാങ്കിൻ്റെ കാര്യങ്ങളായാലും എൻ്റെ വിസയുടെ കാര്യങ്ങളായാലും എല്ലാം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളായാലും എല്ലാം മാതാവ് എനിക്ക് നല്ലതുപോലെ ഒരുക്കി തന്നു. അതിന് ഞാൻ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, അങ്ങനെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ അലർജി മാറിക്കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും, അങ്ങനെ ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ ഞാൻ പറ്റുന്നവർക്ക് എല്ലാ മാസവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു തുക ഞങ്ങൾ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് സഹായിക്കാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ പലരിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്ത് കാര്യങ്ങൾ അവർക്ക് തടസ്സം വന്നാലും ഞാൻ പറയും കൃപാസനത്തിൽ നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഒരു പ്രശ്നം ഇങ്ങനെ എൻ്റെ അങ്കിള് ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഇങ്ങനെ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസറായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, അപ്പോൾ അങ്കിളിനെല്ലാം സുഖമാകും. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് ഞാൻ ജപമാലയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും എനിക്ക് വേണ്ടി ചെയ്തു തന്ന എൻ്റെ തിരുക്കുമാരനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകോടി ഞാൻ നന്ദി പറയുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഹെലന ആൻ്റണി കൊല്ലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ എത്രമാത്രം മാതാവിൻ്റെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് +2 നല്ല രീതിയിൽ പാസ്സാകുവാനും അതിനുശേഷം പുറത്തുപോയി പഠിക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹവും, അത് ആഗ്രഹം വെച്ചപ്പോൾ ഉണ്ടായ തടസ്സങ്ങളും, നിരവധിയായ ബാങ്കുകളൊക്കെ കടന്നു പോയിട്ടും അവിടെയെല്ലാം ലോണൊക്കെ ലഭിക്കാതെ വരുമ്പോഴും ഈ മകളുടെ പ്രതീക്ഷ എന്ന് പറയുക അമ്മ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കുകയാണെന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് കൃപാസന പത്രം കൊടുക്കുമ്പോൾ അതൊരു ബാങ്കിൽ ചെല്ലുകയും അവിടുന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ട് ലോൺ പാസ്സാക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയുണ്ടായി. അത് മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ്. ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെല്ലാം ചോദ്യത്തിനും ഈ മകളുടെ ഉത്തരം ഒന്ന് മാത്രമാണ്, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടിയിട്ട് നല്ലത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് പഠിക്കുവാനായിട്ട് പോകുവാനും ജോർജിയയിൽ തന്നെ ആഗ്രഹിച്ചതുപോലെ പഠിക്കുവാനും അതിനുള്ള കാര്യങ്ങളെ ക്രമീകരണം നടത്തിക്കൊണ്ട് തന്നെ പോകുവാനായിട്ടൊക്കെ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ്. നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ ചില മനുഷ്യരിലൂടെയും കളറിലൂടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ അടയാളം ഈ മകൾ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ നടത്തിക്കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഡെയിലി ബ്രെഡിലൂടെ ഒരു സംഖ്യയുടെ 7 അക്കത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണമൊക്കെ ഈ മകൾക്ക് കാട്ടിക്കൊടുക്കുകയുണ്ടായി. അതുതന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ മകളുടെ ആഗ്രഹത്തെ പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുകയും ചെയ്തത്. പൂർണ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഇനി ഈ മകളുടെ ജീവിതത്തിൽ, മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനി ഈ മകളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ
പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.